Hello guys, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുഗൾ ആർക്കിടെക്ചർ ആണ്. ഈ ഒരു ഇന്ത്യൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു മുഗൾ ആർക്കിടെക്ചർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മുമ്പും എല്ലാം ഈ ഒരു ഓരോ ടോപ്പിക്സ് വരുമ്പോഴും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. സോ നിങ്ങൾ അതൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ BSc ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതും ആ ഒരു ടെക്സ്റ്റിൽ ആ ഒരു ചാപ്റ്റർ ഇത്രയും വാസ്റ്റായിട്ട് അവർ കൊടുത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ മുഗൾ ആർക്കിടെക്ചറിലോട്ട് പോകാം. എന്താണ് മുഗൾ ആർക്കിടെക്ചർ പറയുന്നത്? ഈ മുഗൾ ആർക്കിടെക്ചറിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മുഗൾ ആ ഒരു കാലത്ത് ജീവിച്ചിരുന്നവരെന്ന് പറയുന്നത് ആർട്ടിനും ആർക്കിടെക്ചറിനും ഒരേപോലെ നല്ല പിന്തുണച്ചിരുന്നവരായിരുന്നു, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിരുന്നു. Under them, architecture regained its place of importance. അവരുടെ ആ ഒരു ഇതിലാണ് ആ ഒരു ആർക്കിടെക്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായത്. പുതിയ പുതിയ ബിൽഡിങ്സ് വരുന്നു, അതുപോലെ ആ ഓരോ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതും അവരുടേതായ നല്ലൊരു വിഷനോട് കൂടിയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷനോട് കൂടിയുമാണ് ആ ഓരോ ബിൽഡിങ്സും അവർ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചതുപോലെ തന്നെ ഇതിനകത്തും ഓരോ രാജാക്കന്മാരുടെ ഓരോ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ മുഗൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മുഗൾ ഡൈനാസ്റ്റിയിലെ ആദ്യം പറയുന്ന പേര്, ഇപ്പം ഹിസ്റ്ററിയിൽ നിങ്ങളിപ്പം മുഗൾ സാമ്രാജ്യം പഠിക്കുകയാണെങ്കിൽ പോലും അതിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന പേരെന്തായിരിക്കും? ഈ ഒരു ബാബർ എന്ന് പറയുന്ന പേരായിരിക്കും. ഓക്കെ, ഈ ഒരു ബാബർ എന്ന് പറയുന്ന പേര് ബാൽബണുമായിട്ട് മാറിപ്പോകരുത്. ഓപ്ഷൻസ് ബാൽബൺ കാണും. ബാൽബൺ എവിടുത്തെയാണ്? ഡൽഹി സുൽത്താനേറ്റിൽ ബാൽബൺ കാണും. സോ ബാബർ എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ബാബർ ആരാണ്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ഈ ബാബർ എന്ന് പറയുന്നത്. ഈ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം. PSC എന്ത് ചെയ്യുന്നുണ്ട്? കടുവ എന്ന ആ ഒരു ഉത്തരവും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. ഈ ഒരു സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ബാബർ ആയിരുന്നു. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ കവിതകൾ എഴുതിയിരുന്ന മുഗൾ ചക്രവർത്തി ആയിരുന്നു ബാബർ. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതായിരുന്നു? ഒന്നാം പാനിപ്പട്ട് യുദ്ധമായിരുന്നു അല്ലേ? ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 നടന്ന ഒന്നാം പാനിപ്പട്ട് യുദ്ധമായിരുന്നു ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാബറിന് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അത്ര ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, അപ്പം മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലാതിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ്? ബാബറാണ്. ഓക്കെ, പിന്നീട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശവകുടീരം, മുഗൾ സാമ്രാജ്യത്തിൽ ഇന്ത്യയിൽ ശവകുടീരം ഇല്ലാത്ത വ്യക്തി ആരാണ്? മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ബാബറാണ്. കാരണം ബാബറിനെ ആദ്യമേ ആഗ്രയിലെ ആരാംബാഗിൽ അടക്കിയായിരുന്നു. അതിനുശേഷം ബാബറിൻ്റെ ശവകുടീരം എങ്ങോട്ട് മാറ്റി? നമ്മളുടെ കാബൂളിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബാബറിനെ കുറിച്ച് ഓർത്തിരിക്കുക. അത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യാം. സോ കൺസ്ട്രക്ഷനിലോട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ബാബർ undertook the construction of mosque in Panipat and Rohilkhand. ഓക്കെ, അത് രണ്ടും കൺസ്ട്രക്ട് ചെയ്തത് ഏത് കാലഘട്ടത്തിലാണ്? 1526 1526 തന്നെയാണ് പാനിപ്പട്ട് യുദ്ധവും നടന്ന് നമ്മളുടെ ഈ മുഗൾ ഭരണം വരുന്നത്. ഓക്കെ, അതും ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ബാബറിൻ്റെ കേസിൽ നമ്മൾ പറയേണ്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാനിപ്പട്ടിലെ മോസ്കും ഒന്ന് രോഹിൽഖണ്ഡിലെ മോസ്കും. എന്താണ്? ബാബറിന് പനി വന്നപ്പോൾ രോഹിൽ കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് വന്നാലും മാറിപ്പോകത്തില്ല. ബാബറിന് പനി വന്നപ്പോൾ എന്താണ്? രോഹിൽ കണ്ട്. അപ്പോൾ അതാണ് പാനിപ്പട്ടും രോഹിൽഖണ്ഡ് മോസ്കാണ് ഈ ഒരു ബാബറിൻ്റെ കീഴിൽ നടന്ന പ്രധാന കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതെന്താ പിന്നീട് കൺസ്ട്രക്ഷൻ ഒന്നും നടന്നില്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണകാലം വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ സ്റ്റൈലൊന്നും അത്രയ്ക്കും ആ ഒരു രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. ഓക്കെ, ഹവർ ഹിസ് റെയിൻ വാസ് ടു ഷോർട്ട് ലീവ്ഡ് ടു ഇൻസ്പയർ എനി ന്യൂ സ്റ്റൈൽ ഓർ ടെക്നിക്. അപ്പോൾ എന്താണ്? അതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ മാത്രമേ ബാബറിൻ്റെ ഭാഗത്തു നിന്നും ആർക്കിടെക്ചറിൻ്റെ കേസിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഹുമയൂണിനെയാണ്. ഓക്കെ, ഹുമയൂൺ
ഓക്കെ, ഹുമയൂൺ എന്താണ്? ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ആര്? ഹുമയൂൺ എന്ന് പറയുന്നത്. ഇനി ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭാഗ്യവാൻ എന്നാണ് ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷേ ഭാഗ്യവാൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥമെങ്കിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്താണ്? നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി. ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ഭരണാധികാരി ആരാണ്? ഈ ഹുമയൂണാണ്. ഓക്കെ, അതുപോലെ നല്ല ക്ഷമാശീലവും സമാധാന തത്പരതയും കാരണം ഇൻസാൻ ഇ കാമിൽ, അതായത് പൂർണ്ണനായ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ രാജാവായിരുന്നു ഹുമയൂൺ. തൻ്റെ രണ്ടാം തലസ്ഥാനമായി ഡൽഹിയിൽ ദിൽപന നഗരം സ്ഥാപിച്ചു. അത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ദിൽപന നഗരം സ്ഥാപിച്ചത് ആരാണ്? ഹുമയൂൺ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വച്ചിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഹുമയൂണിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹുമയൂൺസ് reign was marked with a constant power struggle against ഷേർ ഷാ സൂരി. എന്താണ്? ഈ ഹുമയൂണിൻ്റെ ആ ഒരു സമയത്താണ് ഷേർഷയുമായിട്ട് എന്ത് നടക്കുന്നത്? ഭയങ്കര സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. സോ അദ്ദേഹത്തിന് ഹുമയൂണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കിടെക്ചറിൽ ഒരുപാട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഷേർഷാ അനുവദിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഹി ലെഡ് ദ ഫൗണ്ടേഷൻ ഓഫ് എ സിറ്റി. എന്താണ്? ദിൻപന എന്ന് പറയുന്ന ഒരു സിറ്റി അദ്ദേഹം തുടങ്ങിയെങ്കിലും എന്താണ് അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്താണ്? പേർഷ്യൻ സ്റ്റൈൽ ബിക്കം പ്രൊമിനൻറ്റ് ഇൻ ദ ആർക്കിടെക്ചർ ഓഫ് ദിസ് പീരീഡ്. ഈ ഒരു സമയത്ത് ആ ഒരു ആർക്കിടെക്ചറിലാണ് എന്ത് വരുന്നത്? പേർഷ്യൻ സ്റ്റൈൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഹുമയൂണുമായിട്ട് സ്ട്രഗിൾ ചെയ്ത ആരാണ്? ഷേർ ഷാ സൂരിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വരുന്ന ആരുടെ കാര്യമാണ് പഠിക്കുന്നത്? ഷേർഷയുടെ കാര്യം പഠിക്കാം. ഓക്കെ, ഡ്യൂറിങ് ദിസ് ബ്രീഫ് റെയിൻ ഷേർ ഷാ ബിൽഡ് ഫ്യൂ മോണുമെൻറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് ഭരണത്തിൻ്റെ ഇരിക്കുന്ന ആ ഒരു കാലത്ത് കുറച്ച് മോണുമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? കൺസ്ട്രക്റ്റ് ചെയ്തു. ഏതൊക്കെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തത്? ഖിലാഹി കുഹുന, അതർവൈസ് മോസ്ക് ഓഫ് ദ ഓൾഡ് ഫോർട്ട്. മോസ്ക് എവിടെ? ഡൽഹിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹി ബിൽഡ് ദ ഫേമസ് റോഹ്താസ് ഫോർട്ട്. ഏതാണ്? പാകിസ്ഥാനിലെ റോഹ്താസ് ഫോർട്ട് നിർമ്മിച്ച ആരാണ്? ഷേർഷയാണ്. അതുപോലെ തന്നെ ഷേർ ഷാ സുരി മസ്ജിദ് ഇൻ പാട്ന. പാട്നയിൽ എന്താണ്? ഷേർ ഷാ സുരി മസ്ജിദും അദ്ദേഹം ഉണ്ടാക്കി. എന്താണ്? അഫ്ഗാൻ സ്റ്റൈലിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഹിസ് പീരീഡ് ഇസ് എ ട്രാൻസിഷൻ ഫ്രം അദ്ദേഹത്തിൻ്റെ പീരീഡാണ് എന്ത്? ലോധി വംശം. നമ്മൾ ഡൽഹി സുൽത്താനിൽ പറഞ്ഞു നിർത്തിയ വംശം ഏതായിരുന്നു? ലോധി വംശമായിരുന്നു അല്ലെ, അവസാനത്തെ വംശം. സോ ആ ഒരു സമയത്താണ് ഈ ഷേർഷയുടെ കാലഘട്ടമാണ് എന്ത്? ലോധിയിൽ നിന്നും മുഗൾ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലേക്ക് മാറിയ ആ ഒരു കാലഘട്ടം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിസ് പീരീഡ് ഇസ് ദ ട്രാൻസിഷൻ ഫ്രം ദ ലോധി സ്റ്റൈൽ ടു ദ Mughal style of architecture. He also undertook the reconstruction and extension of an old Mauryan route and renamed it as Sadak-e-Hazam. എന്താണ്? ഉണ്ടായിരുന്ന ഒരു മൗര്യൻ റൂട്ട്, അതായത് മൗര്യൻ പാത അയാൾ എന്ത് ചെയ്തു? കുറച്ചും കൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു. എന്താണ്? സദക്-ഇ-ഹസം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റ് റോഡ് എന്നാണ് അർത്ഥം. പിന്നീട് അതെന്തായിട്ട് മാറുന്നു? ഗ്രാൻഡ് ട്രങ്ക് റോഡായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ ഹി എൻഷുർഡ് അഡിക്വേറ്റ് പ്രസൻസ് ഓഫ് സറായിസ് ആൻഡ് ട്രീസ് ഫോർ ട്രാവലേഴ്സ്. സറായിസും ട്രീസും, ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് സറായിസ് എന്താണ്? വെയിറ്റ് ചെയ്യാൻ, താമസിക്കാനൊക്കെ, ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ആ ഒരു സ്ഥലത്തിനാണ് സറായിസ് എന്ന് പറയുന്നത്. സോ സറായിസും അതുപോലെ തന്നെ എന്താണ്? ട്രീസും ആ ഒരു ട്രാവലേഴ്സിന് പ്രൊവൈഡ് ചെയ്തു. ഷേർഷാ സൂരി ടോം വാസ് ബിൽറ്റ് ഇൻ ഹിസ് ബർത്ത് പ്ലേസ്. എന്താണ്? ഷേർഷയുടെ ശവകുടീരം എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അദ്ദേഹം ജനിച്ച സ്ഥലമായ സസറമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ടോംബ് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ലേക്ക്. ഓക്കെ, ദ കൺസ്ട്രക്ഷൻസ് അണ്ടർ ഷേർഷാ കണ്ടിന്യൂഡ് ദ ട്രഡീഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ ഒരു ഷേർഷയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും ആ ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ആഫ്റ്റർ അക്ബർ അസെൻഡഡ് ദ ത്രോൺ ഓഫ് ഡൽഹി ഇൻ 1556 ദ ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ സ്റ്റാർട്ടഡ്. ഇവിടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അക്ബറിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ജഹാംഗീറിനെ കുറിച്ചൊക്കെ ഇനി
ഇനിയാണ് വരുന്നത്. നമ്മളിപ്പം ഒരു 1000 GK സീരീസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ആ 1000 GK സീരീസിനകത്ത് ജഹാംഗീർ എന്ന് പറയുന്ന പേര് ഒരുപാട് വട്ടം, അക്ബർ എന്ന് പറയുന്ന പേര് ഒരുപാട് വട്ടം നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് വേണം ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ആരുടെ കാര്യമാണ്? അക്ബറിൻ്റെ കാര്യമാണ്. ഓക്കെ, അക്ബർ എന്ന് പറയുന്നത് ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അക്ബറാണ്. നമ്മൾ വന്ന ബാബറോ ഹുമയൂണോ ഒന്നുമല്ല. ആരാണ്? ഷേർഷയുമല്ല. ആരാണ്? അക്ബറാണ് ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്ന് അറിയപ്പെട്ടിരുന്നത്. അക്ബറിൻ്റെ പിതാവാണ് നമ്മളുടെ ആര്? ഹുമയൂൺ. ആരാണ്? ഹുമയൂൺ ആരായിരുന്നു? അക്ബറിൻ്റെ പിതാവാണ്. അതായത് ഹുമയൂണിൻ്റെ മകനാണ് ആര്? അക്ബർ. അക്ബറിൻ്റെ മാതാവ് എന്ന് ചോദിച്ചാൽ ഹമീദ ബാനു ബീഗമാണ്. ഹമീന ബാനു ബീഗം. ഓക്കെ, ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ആര്? അക്ബർ. ഓക്കെ, അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിലാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഗൾ ചക്രവർത്തി ആയത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം ആരാണ്? അക്ബറാണ്. പിന്നീട് പറയേണ്ടത് നിരക്ഷരനായ മുഗൾ ഭരണാധികാരി, അതുപോലെ എന്താണ് മുഗൾ ഭരണാധികാരിയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഈ ഒരു അക്ബറിൻ്റെ ഭരണ കാലഘട്ടമായിരുന്നു. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഈ അക്ബറാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ബാബറാണ്. അക്ബറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാബർ എന്ന് ആലോചിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ബാബറിന് അത്രയും കാര്യങ്ങളൊന്നും കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അയാൾ എന്താണ് ഷോർട്ട് ലൈഫായിരുന്നു. സോ ഏറ്റവും കൂടുതൽ കാലം മുഗൾ ചക്രവർത്തി ആയിരുന്ന ആരായിരുന്നു? അക്ബറായിരുന്നു. ഏറ്റവും കുറച്ചു കാലം ആയിരുന്നത് ആരായിരുന്നു? ബാബറായിരുന്നു. സോ എന്താണ് ഇതിനകത്ത് അക്ബറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അക്ബർ ടുക്ക് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഈ ഒരുപാട് ഇമ്പോർട്ടൻസ് അക്ബർ എന്ത് ചെയ്തു? ആർട്ടിനും ആർക്കിടെക്ചറിനും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഫീച്ചർ എന്ന് പറയുന്നത് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഡ്യൂറിങ് അക്ബർസ് റെയിൻ വാസ് ദ യൂസ് ഓഫ് റെഡ് സാൻഡ് സ്റ്റോൺ. അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, റെഡ് സാൻഡ് സ്റ്റോൺ. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ട്രാൻസിഷൻ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വൈറ്റ് മാർബിളിൽ എത്തി നിൽക്കുന്നിടം വരെ നമുക്ക് ചെല്ലണം. സോ ഇവിടെ എന്ത് ശ്രദ്ധിക്കാം? ഈ ഒരു അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു? ഒരു റെഡ് സാൻഡ് സ്റ്റോൺ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ് ദ യൂസ് ഓഫ് 2 door ആർക്ക്, അതായത് 4 സെൻറ്റേർഡിലുള്ള ആർക്ക് യൂസ് ചെയ്തു. നമ്മൾ നേരത്തെ 3 സെൻറ്റേർഡ് ആർക്ക് കണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് 4 സെൻറ്റേർഡ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ പ്രൊമിനൻറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർടേക്കൺ ഡ്യൂറിങ് അക്ബർസ് റെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ആഗ്ര ഫോർട്ട്. ഓക്കെ, ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അക്ബർ. അക്ബറിൻ്റെ ഭരണകാലത്തിൽ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു കൺസ്ട്രക്ഷനാണ് ഏത്? ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, however most of the structure present inside the fort were done during the reign of Shah Jahan. Some of the prominent buildings here are ഏതൊക്കെയാണ്? ഈ കൺസ്ട്രക്ഷൻ നടത്തിയത് അക്ബർ ആണെങ്കിലും അതിനകത്ത് ഇപ്പോൾ ഉള്ള കൂടുതൽ കാര്യങ്ങളും കൂടുതൽ സ്ട്രക്ചേഴ്സും ചെയ്തിരിക്കുന്ന ആരുടെ കാലത്തായിരുന്നു? ഷാജഹാൻ്റെ കാലത്തായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മോദി മസ്ജിദ് ബൈ ഷാജഹാൻ. മോദി മസ്ജിദ് ഉണ്ടാക്കിയത് ആരാണ്? ഷാജഹാനാണ്. ദിവാൻ ഇ ആം ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ് ഉണ്ടാക്കിയത് ആരാണ്? ഷാജഹാനാണ്. അതുപോലെ ജഹാൻഗിരി മഹാൾ, ദെൻ ഷീഷ് മഹാൾ, ഇതൊക്കെ എന്താണ്? ആ ഒരു ഷാജഹാൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ദ ഗാർഡൻസ് ഇൻസൈഡ് ദ ഫോർട്ട്, ഈ ഒരു ഫോർട്ടിൽ ആഗ്ര ഫോർട്ടിൻ്റെ അവിടുത്തെ ഗാർഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ചാർബാ സ്റ്റൈലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചാർബാ സ്റ്റൈൽ എന്ന്. എന്തായിരുന്നു? ഓരോ ഡിവിഷനായിട്ട് അല്ലെ 4 ഡിവിഷനായിട്ട് ഗാർഡൻസിനെ ഐഡൻറ്റിക്കൽ ഗാർഡൻസ് ആക്കി വെക്കുന്നതിനെയാണ് എന്ത്? ചാർബാ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അക്ബർ മോർ ദാൻ 5000 വുമൺ സ്റ്റേഡ് ഇൻ ഹിസ് ഹാരം ഇൻസൈഡ് ദിസ് ഫോർട്ട്. എന്താണ്? ആ ഒരു അക്ബറിൻ്റെ ഭരണകാലത്തിൽ 5000-ലധികം സ്ത്രീകൾ എന്താണ് ആ ഒരു ഫോർട്ടിൻ്റെ ആ ഒരു അന്തപുരയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്താണ് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവരെ ഓരോ സെക്ഷൻസായിട്ട്, ഇപ്പം അടുക്കള കാര്യങ്ങളാണെങ്കിലും ഓരോരോ കാര്യങ്ങളിലും ഓരോ ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു എന്താണ് വുമൻസിന് ആ ഒരു ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു? ആ ഒരു ആഗ്ര ഫോർട്ടിലും അതുപോലെ തന്നെ ആ ഒരു അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിലും. ആഗ്ര ഫോർട്ട് കഴിഞ്ഞാൽ അക്ബറിൻ്റെ കേസിൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ്
ഫാത്തേപൂർ സിക്രി. എന്താണ്? One of the highlights of the Indo-Islamic architecture was the creation of a new capital city. പുതിയ ഒരു ക്യാപിറ്റൽ സിറ്റി അക്ബർ ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരാണ് എവിടെയാണ്? ഫാത്തേപൂർ സിക്രിയിൽ. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫ്രോസൺ മൊമെൻറ്റ് ഇൻ ഹിസ്റ്ററി. ഇതിനെ എന്തെന്ന് പറയുന്നുണ്ട്? ഫ്രോസൺ മൊമെൻറ്റ് ഇൻ ഹിസ്റ്ററി എന്നാണ് അത് അറിയപ്പെടുന്നത്. കാരണം ആ ഒരു ബിൽഡിങ്സ് എന്താണ്, ഒരു യുണീക്ക് ബ്ലെൻഡ് കാണിക്കുന്നു. ഹിന്ദു സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും കൂടെ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ബ്ലെൻഡ് എന്ത് കാണിക്കുന്നുണ്ട്? ആ ഒരു ബിൽഡിങ്സ്, ആ ഒരു സിറ്റീസിലുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ സിറ്റിയിലുണ്ടായിരുന്ന പ്രധാന ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് എന്ത്? ബുലന്ദ് ദർവാസ. എന്താണ് ബുലന്ദ് ദർവാസ? അതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 40 മീറ്ററിൽ ഒരു റെഡ് സ്റ്റോണിലുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഏത് സമയത്താണ് ഉണ്ടാക്കിയത്? 1576 AD കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത്. അത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അക്ബർ ഗുജറാത്തിനെ തോൽപ്പിച്ച് ആ ഒരു വിജയം നേടി, ആ ഒരു വിക്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ബുലന്ദ് ദർവാസ അക്ബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഗേറ്റ് വേ ഓഫ് ദ വേൾഡ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഈ ബുലന്ദ് ദർവാസയാണ് ഹയസ്റ്റ് ഗേറ്റ് വേ ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു സിറ്റിയിൽ, ആ സിറ്റിയിലെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം പഠിച്ചു. രണ്ടാമത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത്, അതിന് മുമ്പായിട്ട് നമുക്ക് ബുലന്ദ് ദർവാസ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, വെയിറ്റ്. ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ബുലന്ദ് ദർവാസ. ഓക്കെ, കണ്ടല്ലോ? ദിസ് ഇസ് ബുലന്ദ് ദർവാസ. അടുത്ത ഒരു ബിൽഡിംഗ് ആയിരുന്നു സലിം ചിസ്തി ടോംബ്. എന്താണ്? സലിം ചിസ്തിയുടെ ശവകുടീരം. ഇതുണ്ടാക്കിയിരിക്കുന്നത് 1581 AD കാലഘട്ടത്തിലാണ്. ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ജാലി വർക്ക് ഇൻ വൈറ്റ് മാർബിൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജാലി വർക്ക് ഉണ്ട്. അതുപോലെ ഇറ്റ് ഹാസ് ആർബെസ്ക്യൂ പാറ്റേൺ വിത്ത് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഖുറാനിക് വേഴ്സസ് ഓൺ ദ വാൾസ്. എന്താണ് ആർബെസ്ക്യൂ പാറ്റേൺ എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഖുറാനിക് ഇൻസ്ക്രിപ്ഷനോട് കൂടിയ ആർബെസ്ക്യൂ പാറ്റേണിലുള്ള വോളുകളായിരുന്നു അവിടെ ആ ഒരു ടോംബിലുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് in the imperial complex which also has Buland Darwaza and Juma Masjid. It was further decorated by Jahangir in 1606. എന്താണ്? ആ കാലഘട്ടത്തിന് ശേഷം ജഹാംഗീറിൻ്റെ ടൈം എത്തിയപ്പോഴത്തേക്ക് ജഹാംഗീർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫിഗർ കാണാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? സലിം ചിസ്തി ടോംബ്. ഓക്കെ, ഫത്തേപൂർ സിക്രിയിലുള്ള സലിം ചിസ്തി ടോംബാണ്. അതിനകത്തുള്ള ജാലി വർക്കിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മാർബിൾസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ജാലി വർക്ക്. അടുത്ത ഒരു ബിൽഡിംഗ് ആണ് പഞ്ച്മഹാൾ. പഞ്ച്മഹാൾ എന്ന് പറയുന്നത് ഒരു 5 നിലയിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആൻഡ് ഇസ് ഇൻസ്പയർഡ് ബൈ ദ കൺസെപ്റ്റ് ഓഫ് പേർഷ്യൻ ബാഡ്ഗിയർ. എന്താണ്? ഒരു വിൻഡ് ക്യാച്ചർ എന്ന് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ ഒരു പഞ്ച്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജോധാബായിസ് പാലസ് അല്ലെങ്കിൽ മറിയം ഉസ് സമാനീസ് പാലസ്. എന്താണ്? മേരി ഓഫ് ദ ഏജ്. ഹാസ് എ ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സ് വിത്ത് ഹിന്ദു മോട്ടീവ്സ് ഓഫ് ബെൽസ് ആൻഡ് ഫ്ലവേഴ്സ്. ബെൽസും ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള ഒരു ഹിന്ദു രീതിക്ക് ഉണ്ടാക്കിയ ഒരു പാലസാണ് അത്. ഓക്കെ, അടുത്തതാണ് ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് അക്ബർ ഓരോ റിലീജിയനിലുള്ള ലീഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഏത്? ഇബാദത്ത് ഖാന. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇബാദത്ത് ഖാന. അടുത്ത പച്ചിസി കോർട്ട്. പച്ചിസി കോർട്ട് ഇസ് ദ കോർട്ട്യാർഡ് വെയർ അക്ബർ ഇസ് സെഡ് ടു ഹാവ് പ്ലേഡ് ചെസ് കളിച്ചിരുന്ന സ്ഥലമാണ് ഇത് പച്ചിസി കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹിരൺ മിനാർ. ഹിരൺ മിനാർ എന്ന് പറയുന്നത് എന്താണ്? വാസ് ബിൽറ്റ് ഇൻ എ മെമ്മറി ഓഫ് അക്ബേഴ്സ് ഫേവറേറ്റ് എലിഫൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലിഫൻറ്റിൻ്റെ ആ ഒരു മെമ്മറിയിൽ ഉണ്ടാക്കിയതാണ് എന്ത്? ഹിരൺ മിനാർ എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ആനയുടെ പേരെന്തായിരുന്നു? ഹിരൺ എന്നായിരുന്നു അതിൻ്റെ പേര്. Okay, it also served as a lighthouse for travelers and it is uniquely designed and the exterior wall contains tusk-like spikes. അക്ബർ അതുപോലെ വൃന്ദാവനിൽ ഒരു ഗോവിന്ദ് ദേവ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ ഫിഗേഴ്സൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ബുലന്ദ് ദർവാസയുടെ ഫിഗർ ഉണ്ട്, ഹുമയൂൺസ് ടോംബ് ഉണ്ട്, പിന്നെ എന്താണ് സലിം ചിസ്തി ടോംബ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ജാലി വർക്കിൻ്റെ ഫിഗേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്നാൽ നമുക്ക് അടുത്ത ജഹാംഗീറിൻ്റെ കാര്യം നോക്കാം.
അപ്പോൾ ജഹാംഗീറിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജഹാംഗീർ ഈ ഒരു ആർക്കിടെക്ചറിൽ പഠിച്ചാലും ഹിസ്റ്ററിയിൽ ജഹാംഗീറിൻ്റെ കാര്യം പഠിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ജഹാംഗീർ ആരായിരുന്നു? അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ആര്? ജഹാംഗീർ. ഓക്കെ, വീടിൻ്റെ അവിടെ എല്ലാ സൈഡിലുമായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ നോയ്സ് ഭയങ്കരമാണ്. അപ്പം അത് തീർന്നിട്ട് എടുക്കാൻ നിന്നാൽ നമ്മുടെ പോർഷൻസ് മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ടിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, അത് ജസ്റ്റ് എൻ്റെ ഒരു സൗണ്ടിൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. അക്ബറിന് ജോധാബായിയിൽ പിറന്ന മകനാണ് ആര്? ജഹാംഗീർ. ഓക്കെ, ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശ്വവിജയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ജഹാംഗീർ അറിയപ്പെട്ടിരുന്നത് പണ്ഡിതനായ മദ്യപാനി എന്ന് അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ജഹാംഗീറാണ്. അതുപോലെ തന്നെ ചിത്രകാരനായ മുഗൾ ഭരണാധികാരിയായിരുന്നു ആര്? ജഹാംഗീർ. ഓക്കെ, ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ രാജാവാണ് ജഹാംഗീർ. അതുപോലെ അനാർക്കലിയുടെ സ്മരണയ്ക്കായിട്ട് ജഹാംഗീർ സ്മാരകം നിർമ്മിച്ചത് എവിടെയാണ്? ലാഹോറിലാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജഹാംഗീറാണ്. ഇനി പുകയില ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവരുമ്പോഴുള്ള മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ ആയിരുന്നു. ഓക്കെ, ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ്. അതായത് രവി നദീ തീരത്താണ് എന്ത്? ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇന്ത്യക്ക് പുറത്ത് 2 മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ആരുടെയാണ്? ഒന്ന് ബാബറിൻ്റെയും ഒന്ന് ജഹാംഗീറിൻ്റെയും. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നപ്പോൾ 2-3 വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ജഹാംഗീറിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് ആർക്കിടെക്ചറിന് വലിയ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ആർക്കിടെക്ചർ മുമ്പത്തതിൽ നിന്നും ആ ഒരു അക്ബറിൻ്റെ കാലത്ത് നിന്നും നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പുറകോട്ട് വരികയായിരുന്നു. ഓക്കെ, അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് പെയിൻറ്റിങ്സിലും അതുപോലെ തന്നെ മറ്റ് ചില ആർട്ട് കാര്യങ്ങളിലായിരുന്നു ഈ ഒരു ജഹാംഗീറിൻ്റെ കാലത്തിൽ ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്താണ്, കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് അക്ബറുടെ ആ ഒരു ശവകുടീരം വന്നു. എവിടെയാണ്? സികാന്ദ്രയിൽ. അതുപോലെ തന്നെ ഹി ഡെവലപ്ഡ് എ നമ്പർ ഓഫ് ഗാർഡൻസ് ഡ്യൂറിങ് ദിസ് ഹിസ് റെയിൻ. ജഹാംഗീർ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ഗാർഡൻസ് ഉണ്ടാക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് കാശ്മീരിലെ ഷാലിമാർ ബാഗ്. ഹി ഓൾസോ ബിൽഡ് ദ മോദി മസ്ജിദ് അറ്റ് ലാഹോർ. ലാഹോറിൽ എന്തുണ്ടാക്കി? മോദി മസ്ജിദ് ഉണ്ടാക്കി. ഓക്കെ, during the reign of Jahangir, his wife Noor Jahan also undertook some major construction projects like the tomb of Itmad ud Dawla. എന്താണ്? ഈ ജഹാംഗീർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ആര്? നൂർ ജഹാൻ എന്ത് ചെയ്തു? ചില കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുള്ള എക്സാമ്പിളാണ് ആ ഒരു നൂർജഹാൻ്റെ അച്ഛൻ്റെ ഒരു ശവകുടീരം നിർമ്മിച്ചു. അതെന്താണ്? ടോംബ് ഓഫ് ഇത്മാദ് ഉൽ ദൗള. അപ്പം ഇത്രയും നേരം കണ്ടുവന്നതിനകത്ത് ഈ ഒരു ഫിഗറിലുണ്ടായ വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മൾ ഇത്രയും നേരം ഓരോ റെഡ് കളറിലുള്ള ബിൽഡിങ്സും മോണുമെൻറ്റ്സും ഒക്കെ ആയിരുന്നു കണ്ടുവന്നിരുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കാണ് എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? വൈറ്റ് മാർബിൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, it was during this time the white marble became the chief building material. എന്ത്? റെഡ് സാൻഡ്സ്റ്റോണിനെ ഒക്കെ റീപ്ലേസ് ചെയ്ത് ആര് വരുന്നു? ഈ വൈറ്റ് മാർബിൾ വരുന്നു. Okay, the tomb of Itmad ud Dawla was the first Mughal work made completely of white marble. ആദ്യമായിട്ട് മുഗൾ വർക്ക് മൊത്തത്തിൽ വൈറ്റ് മാർബിൾ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ, നമ്മൾ ഉടനെ താജ്മഹൽ എഴുതി വെക്കരുത്, ഇത് ഓർത്തോണം. ഏതാണ്? ഉത്മാദ് ഉദ് ദൗള. ദൗള എന്നെങ്കിലും ഓർത്തോണം. ഓക്കെ, ദൗള. ഓക്കെ, ആ ഒരു ടോംബാണ്, ആ ഒരു ശവകുടീരമാണ് ആദ്യമായിട്ട് മുഗൾ വർക്കിൽ ഏറ്റവും കൂടുതൽ ഫുൾ വൈറ്റ് മാർബിൾ വെച്ച് ഉണ്ടാക്കിയത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഹാസ് സം ഓഫ് ദ ഫൈനസ്റ്റ് പീത്ര ഡ്യൂറ വർക്ക്സ്. ടോംബ് ഓഫ് ജഹാംഗീർ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഹിസ് സൺ ഷാജഹാൻ അറ്റ് ലാഹോർ. ഓക്കെ, അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് വരുന്നു? ജഹാംഗീറിൻ്റെ ശവകുടീരം ആര് കൺസ്ട്രക്ട് ചെയ്യുന്നു? ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മകനായ ഷാജഹാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പം ഓരോരുത്തരും അവരുടെ മരണശേഷം അവരുടെ മകനാണ് അധികാരത്തിൽ വരുന്നതെന്നും ആലോചിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഷാജഹാൻ്റെ കേസാണ്.
ഷാജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ആര്? ഷാജഹാൻ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? ഷാജഹാന്റെ കാലഘട്ടമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനമാണ് ഏത്? ഷാജഹാനാബാദ്. ഏതാണ്? ഷാജഹാനാബാദ്. ഈ ഷാജഹാൻ എവിടെ നിന്നുമാണ് ഈ തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റിയത്? ആഗ്രയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റുന്നു, ഷാജഹാനാബാദിലേക്ക് മാറ്റുന്നു. ഓൾഡ് ഡൽഹി എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഈ ഷാജഹാനാബാദാണ് എന്ത്? ഓൾഡ് ഡൽഹി എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2018 കേന്ദ്ര സർക്കാർ പദ്ധതിയായ അഡോപ്റ്റ് എ ഹെറിറ്റേജ് പ്രകാരം ചെങ്കോട്ടയെ ദത്തെടുത്ത സ്വകാര്യ കമ്പനി ഏതാണ്? ഡാൽമിയ ഭാരതാണ്. ഓക്കെ, ഡാൽമിയ ഭാരതാണ്. ചെങ്കോട്ട എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. ഷാജഹാന്റെ കേസിൽ പറയാനുള്ള കാരണവും എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഏതാണ്? ജുമാ മസ്ജിദാണ്. ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത്. ലാഹോറിൽ ഷാജഹാൻ നിർമ്മിച്ച ഉദ്യാനം ഏതാണ്? ഷാലിമാർ ഗാർഡൻ ആണ്. ഓക്കെ, മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണ്. മയൂര സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം എത്രയാണ്? 24 മയിലാണ് ഉള്ളത്. ഇനി മയൂര സിംഹാസനം നിർമ്മിക്കാൻ ഏത് രാജാവിൻ്റെ സിംഹാസനത്തെയാണ് ഷാജഹാൻ മാതൃകയാക്കിയതെന്ന് ചോദിച്ചാൽ അതാരാണ്? വിക്രമാദിത്യൻ്റെ ആ ഒരു സിംഹാസനമാണ്. ഓക്കെ, പേർഷ്യൻ നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ ഇദ്ദേഹമല്ല, ഷാജഹാൻ അല്ല, നാദിർഷയാണ്. ഇപ്പം നാദിർഷയുടെ കാര്യം പറയാനുള്ള കാര്യം എന്താണ്? മയൂര സിംഹാസനവും അതുപോലെ തന്നെ കോഹിന്നൂർ രത്നവും പേർഷ്യയിലേക്ക് കൊണ്ടുപോയ ആക്രമണകാരിയായിരുന്നു ആര്? ഈ നാദിർഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഈ നാദിർഷയാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ ഹിസ്റ്ററിയിലോട്ട് വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ കേസിലോട്ട് വരുമ്പം ഷാജഹാൻ്റെ ആർക്കിടെക്ചർ എന്താണ്? അണ്ടർ ഷാജഹാൻ മുഗൾ ആർക്കിടെക്ചർ റീച്ച്ഡ് ഇറ്റ്സ് ക്ലൈമാക്സ്. ഒരു മുഗൾ ആർക്കിടെക്ചർ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത് എവിടെ വെച്ചാണ്? ഈ ഷാജഹാൻ്റെ കേസിലാണ്. ഓക്കെ, എക്സിബിറ്റിംഗ് ദ ഫുൾ റേഞ്ച് ഓഫ് ഗ്രാൻഡിയർ ആൻഡ് ഓപ്പുലൻസ്. എന്താണ്? താജ്മഹലിൻ്റെ കേസാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. താജ്മഹൽ ഈസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സം ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പൽ വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? താജ്മഹൽ ഉണ്ട്. ഇനി അങ്ങോട്ടുണ്ട് വേറെ എന്തൊക്കെയുണ്ട് അത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? താജ്മഹലാണ്. താജ്മഹലിനെ കുറിച്ച് പറയുമ്പം താജ്മഹൽ ഈസ് ദ ഫൈനസ്റ്റ് സ്പെസിമെൻ ഓഫ് മുഗൾ ആർക്കിടെക്ചർ. മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും നല്ല ഒരു സാധനമാണ് എന്ത്? ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്നത് നല്ലൊരു ആർക്കിടെക്ചറാണ്. എക്സിബിറ്റിംഗ് ദ ഫുൾ റേഞ്ച് ഓഫ് ഗ്രാൻഡിയർ ആൻഡ് ഓപ്പുലൻസ്. എന്താണ്? ആ ഒരു മഹത്വവും ആ ഒരു സമൃദ്ധിയും എല്ലാം എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്? ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഷാജഹാൻ്റെ വൈഫായ അർജുമാൻ ബാനു ബീഗം അല്ലെങ്കിൽ മുംതാസ് മഹാൾ അവരുടെ ആ ഒരു മെമ്മറിക്കായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചത്. ഇറ്റ് ഹാഡ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ ഇൻക്ലൂഡിംഗ് ദ യൂസ് ഓഫ് കാലിഗ്രാഫി, പീട്രാഡ്യൂറ വർക്ക്സ്, ഫോർ ഷോർട്ടനിങ് ടെക്നിക്, ചാർബാ സ്റ്റൈൽ ഗാർഡൻസ്. ഇതെല്ലാം നമ്മൾ അത് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ താജ്മഹലിൻ്റെ ഓരോ കാര്യങ്ങളെടുത്ത് ഫിഗേഴ്സൊക്കെ കണ്ടായിരുന്നു അല്ലേ? സോ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഇൻ ദ പ്രിമൈസസ് ഓഫ് ഡെക്കറേഷന് വേണ്ടിയിട്ട് താജ്മഹലിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു പൂള് പോലെ കണ്ടിട്ടില്ലേ? സോ അതൊക്കെ ആ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ഓക്കെ, ആ ഒരു താജ്മഹലിൻ്റെ ചില യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ജാലി വർക്ക് ഇൻ താജ്മഹൽ ഈസ് ലേസ് ലൈക്ക് ആൻഡ് ഈസ് എക്സ്ട്രീംലി ഫൈൻ. എന്താണ്? നല്ല ഒരു ജാലി വർക്കുണ്ട്. അതുപോലെ തന്നെ മാർബിളിൽ എന്താണ് കാർവിങ്സ് അതെന്ന് പറയുന്നത് നല്ല രീതിക്ക് ഒരു കാർവിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം താജ്മഹൽ ഷാജഹാൻ കൺസ്ട്രക്റ്റഡ് എ നമ്പർ ഓഫ് അതർ മോണുമെൻറ്റ്സ്, ഗാർഡൻസ്, ബിൽഡിങ്സ്. ഏതൊക്കെയാണ്? ഡൽഹിയിലെ റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ജുമാ മസ്ജിദ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഏത്? ഡൽഹിയിലെ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഷാലിമാർ ബാഗ്, ലാഹോറിൽ ഷാലിമാർ ബാഗ് നിർമ്മിച്ചു. അതുപോലെ തന്നെ ഷാജഹാനാബാദ് എന്ന് പറയുന്ന സിറ്റിയൊക്കെ നിർമ്മിച്ച കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ബിസൈഡ്സ് സച്ച് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ, വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് വാസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പീകോക്ക് ത്രോൺ. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, മയൂര സിംഹാസനം. ഇത്രയും വലിയ വർക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്, ഷാജഹാൻ്റെ ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പീകോക്ക് ത്രോൺ ആണ്, അതായത് മയൂര സിംഹാസനമാണ്. ഓക്കെ, ഏറ്റവും നല്ല ഒരു മെറ്റൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡിൽ മെറ്റൽ വർക്കൊക്കെ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു മയൂര സിംഹാസനം അഥവാ പീകോക്ക് ത്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാജഹാൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിനകത്ത് ഒരാളുടെ കാര്യം കൂടെ നോക്കാനുള്ളൂ. ആരുടെയാണ്? ഔറംഗസേബ്. ആരാണ് ഔറംഗസേബ്? ഔറംഗസേബ് എന്ന് പറയുന്നത് മുഗൾ വംശത്തിലെ കഴിവുറ്റ അവസാനത്തെ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഔറംഗസീബിനാണ്. അവസാനത്തെ ആളാണ് ആര്? ഔറംഗസീബ്. പിതാവിനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്ത മുഗൾ ചക്രവർത്തിയായിരുന്നു ഈ ഒരു ഔറംഗസീബ്. ഷാജഹാന്റെ ഭരണകാലത്ത് ഔറംഗസീബ് ഭരിച്ചിരുന്ന പ്രദേശം ഡെക്കാനായിരുന്നു കേട്ടോ. പിതാവിനെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനത്തിലേറിയ ഒരേ ഒരു മുഗൾ ചക്രവർത്തി ആരാണ്? ഈ ഔറംഗസീബാണ്. അപ്പോൾ ലളിത ജീവിതം നയിക്കുകയും ഖുറാൻ പകർത്തി എഴുതി കിട്ടുന്ന വരുമാനം കൊണ്ട് ദൈനംദിന ചിലവുകൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഈ ഔറംഗസീബ് ആയിരുന്നു. അപ്പോൾ ഔറംഗസീബ് എന്തൊക്കെ രീതിയിലാണ് ആ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങൾ കൊണ്ടുവന്നതെന്ന് നോക്കാം. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഔറംഗസീബ് മുഗൾ ആർക്കിടെക്ചർ ഡിക്ലൈൻ. ഈ സമയത്താണ് എന്ത്? മുഗൾ ആർക്കിടെക്ചർ അവസാനിക്കുന്നത്. Okay, being a puritanical, he did not take any active interest in the pursuit of art and architecture. എന്താണ്? അദ്ദേഹം ഈ പൂജ പുരോഹിത വിരുദ്ധനായിരുന്നു. അതാണ് പുരിറ്റാനിക്കൽ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് ആ ഒരു കാര്യങ്ങളിലൊന്നും ആർട്ടിലും ആർക്കിടെക്ചറിലൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. പക്ഷേ ഔറംഗസീബ് കമ്മീഷൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബീബിക മക്ബാര ഇൻ ദ മെമ്മറി ഓഫ് ഹിസ് വൈഫ് ബീഗം റബിയ ഉദ് ദൗറണി. എന്താണ്? അദ്ദേഹത്തിൻ്റെ വൈഫായ ബീഗം റബിയ ഉദ് ദൗറണിയുടെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തു? ഒരു മോണുമെന്റ് കൺസ്ട്രക്ട് ചെയ്തു. അതാണ് ബീബിക മക്ബറ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന എന്താണ്? ബീബിക മക്ബറയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വന്നതെന്ന്. ഓൾമോസ്റ്റ് താജ്മഹലിനെ പോലെ തന്നെയാണ് എന്തിരിക്കുന്നത്? ഈ ഒരു ബീബിക മക്ബറ ഇരിക്കുന്നത്. ഓക്കെ, ഇത് എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ബീബിക മക്ബറ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഔറംഗാബാദിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പുവർ ഇമിറ്റേഷൻ ഓഫ് താജ്മഹൽ. താജ്മഹലിൻ്റെ പുവർ ഇമിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ അത്രയും പേരുടെ മുഗൾ ഡൈനാസ്റ്റിയിലുള്ള അത്രയും ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ആർക്കിടെക്ചറും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മുഗൾ പീരീഡിൽ അത്രയും കാര്യങ്ങളല്ലാതെ രണ്ട് കാര്യങ്ങളും കൂടെ, രണ്ട് അതർ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും ഈ ഒരു സമയത്ത് മുഗൾ പീരീഡിൽ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതെവിടേക്കാണ്? ഒന്ന് രാജസ്ഥാനിലും ഒന്ന് പഞ്ചാബിലും. എവിടേക്കാണ്? ഒന്ന് രാജസ്ഥാനിലും ഒന്ന് പഞ്ചാബിലും. അപ്പോൾ അതിലെ ആദ്യത്തേതാണ് രാജ്പുട്ട് സ്റ്റൈൽ. Rajput construction of the period were also influenced by the Mughal style but were unique in the size and scope of their construction. They generally undertook the buildings of the imposing palaces and fort. Some of the unique features of the Rajput architecture are as follows. എന്താണ്? ഇതാണ് ആ ഒരു രാജ്പുട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ ആ ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഗറാണ് അല്ലേ? നല്ല രീതിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. എവിടുത്തെയാണിത്? രാജ്പുട്ട് സ്റ്റൈലാണ്. ഓക്കെ, അവരെന്ത് ചെയ്തിരുന്നു? ഹാങ്ങിങ് ബാൽക്കണി ആയിരുന്നു ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എന്താണ്? പല ഷേപ്പിലും പല സൈസിലും ഒക്കെയാണ് അവർ ഓരോ കാര്യങ്ങളും ഓരോ നിലയിലൊക്കെ ആയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ cornices were built in the shape of an arch such that the shadow took the shape of a bow. എന്താണ്? ഒരു ആർച്ച് ഷേപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കോർണിസസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് നമ്മൾ ഒരു മഴവില്ല് കാണുന്നത് പോലെ ആ ഒരു രീതിയിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തതാണ് സിഖ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. എന്താണ് സിഖ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ? ഇത് പഞ്ചാബിലാണ്. മറ്റേത് എവിടെയായിരുന്നു? രാജസ്ഥാനിലായിരുന്നു. ഓക്കെ, ഇത് പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്ത ഒരു ആർക്കിടെക്ചറാണ്. ഇതെന്ന് പറയുന്നത് ഈ മുഗൾ സ്റ്റൈൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്പുട്ട് സ്റ്റൈലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിഖ് സ്കൂളിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? അതിൻ്റെ ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഛത്രീസ് ഓർ ക്യോസ്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരുന്നു. നോക്കൂ, ഒരുപാട്
മറ്റേതൊക്കെ ഒന്നാണ് ഒരേ രീതിക്കുള്ള ഇത് മാത്രം ഒരെണ്ണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ് ഒരുപാട് ഛത്രീസ് വെച്ചിട്ട് അല്ലെങ്കിൽ കിയോസ്ക് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ടോപ്പ്. അതുപോലെ തന്നെ ഷാലോ കോർണിസസ് ആൻഡ് ഒണിയൻ ഡോം. ഷാലോ ആയിട്ടുള്ള കോർണിസസും താണ്ട് ഈ ഷാലോ ആയിട്ടല്ലേ ഇതിരിക്കുന്നത്. അതുപോലെ എന്താണ് ഒണിയൻ ഡോംസും ആയിരുന്നു യൂസ് ചെയ്തത്. ഒണിയൻ ഷേപ്പിലുള്ള ഡോംസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ദ ബിൽഡിങ്സ് ഹാഡ് ഫ്ലൂട്ടഡ് ഡോംസ് which were generally covered with brass and copper gills for decoration and support. Okay, the arches were decorated by the use of numerous foliations. Foliations എന്താണ് ഇലകളൊക്കെ വെച്ചിട്ട് ആണ് ആ ആർച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ശ്രീ ഹമാന്തിർ സാഹിബ് ഓർ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അത് 16th-17th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കുള്ള അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറച്ച് ടോപ്പിക്കുകളാണ്. പക്ഷേ നമ്മളത് റിവിഷൻ്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും അതെല്ലാം എല്ലാ പോർഷൻസിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു റിവിഷൻ ആയിരിക്കും നടത്താൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ പഠിച്ചവർക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് പോർഷൻസ്, ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങളും ഇത് കുറച്ചും കൂടെ അഡീഷണൽ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ റിവിഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു.